ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ പാലക്കാട് കൽപ്പാത്തിയിൽ പ്രവർത്തിക്കുന്ന വാദ്യോപകരണ മ്യൂസിയം പഠന ഗവേഷണ കേന്ദ്രമാകുന്നു. സംസ്ഥാന പുരാവസ്തു ഗവേഷണ വകുപ്പുമായി ചേർന്ന് ജില്ലാ പൈതൃക മ്യൂസിയമാക്കിയാണ് സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാപനത്തെ ഗവേഷണ സ്ഥാപനമാക്കുന്നത്. ആഫ്രിക്കൻ വൻകരയിലെ ആദിവാസി വിഭാഗങ്ങൾ ഉപയോഗിച്ചു വരുന്ന വാദ്യോപകരണമാണിത്. ഇത്തരത്തിൽ സ്പെയിൻ, ജർമ്മനി, ചൈന, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളുൾപ്പെടെ ഇന്ത്യയിലെ പരമ്പരാഗത വാദ്യോപകരണങ്ങളടക്കം 2000-ഓളം പരമ്പരാഗത സംഗീതോപകരണങ്ങളാണ് ഇവിടെയുള്ളത്. 300 വർഷം പഴക്കമുള്ള ട്രാവലേഴ്സ് മ്യൂസിക് ബാഗ്, ദാവീദിന്റെ കിന്നരം, പുരാതന തമ്പുരു, ചീങ്കണ്ണി വീണ, ഗിറ്റാറുകൾ, കീബോർഡുകൾ, മുളകൊണ്ടുള്ള വാദ്യോപകരണങ്ങൾ തുടങ്ങിയവ കൗതുകമുണർത്തും. കേരളത്തിലെ തന്നെ ആദ്യമായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. വൈഡായിട്ടുള്ള, വളരെയധികം നമുക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ വൈഡായിട്ടുള്ള ഒരു കളക്ഷൻസാണ് നമുക്കിപ്പം മണിയയ്യർ വാദ്യോപകരണ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അമൂല്യമായ ഈ സംഗീതോപകരണങ്ങൾ സുരക്ഷിതമാക്കുന്നതിനായി ഫോക്ലോർ അക്കാദമിയും പുരാവസ്തു വകുപ്പും ചേർന്ന് 5 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. 13 ഗ്യാലറികളാകും പുതിയ മ്യൂസിയത്തിലുണ്ടാകുക. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് വൈകിട്ട് മന്ത്രി കെ.സി. ജോസഫ് നിർവഹിക്കും. റിപ്പോർട്ടർ, പാലക്കാട്.